18 വയസ്സ് പൂർത്തിയായ യുവതീ യുവാക്കൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നുണ്ട് എങ്കിലും വോട്ട് ചെയ്യുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് പരിഹരിക്കാനുള്ള നടപടിയുമായി കമ്മീഷൻ മുന്നോട്ടു പോവുകയാണ്. കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളും സഹായിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 2,78,00,000-ലധികം വോട്ടർമാർ പട്ടികയിലുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുകയാണ്. സാർ, പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതിനകത്ത് ഏതാണ്ട് 63,000-ലധികം പുതിയ വോട്ടർമാരുണ്ട്. ഈ പുതിയ വോട്ടർമാർ ഈ വോട്ടർ ലിസ്റ്റിലേക്ക് വരുന്നുണ്ട്, പക്ഷേ അവർ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നുണ്ടോ? അതിപ്പോൾ എത്ര ആൾക്കാർ അതിൽ പോളിംഗ് ബൂത്തിലോട്ട് വരുന്നുണ്ടെന്നുള്ളത് കാര്യത്തെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി നമുക്ക് നടത്താനുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 74% ആയിരുന്നു. സോ നമ്മളിത് കൂടുതൽ നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാൻ എന്താ നമ്മൾ ചെയ്യാനുള്ളത് എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തണം. എവിടെ നിന്നാണ് ആൾക്കാർ ഈ വോട്ടിങ്ങിലേക്ക് വരാത്തത്, ഇലക്ട്രൽ റോളിലെ പേര് ഉണ്ടായിട്ടും വരാത്ത ആൾക്കാർ ഏത് പോക്കറ്റ്സിലാണ് എന്നുള്ളത് ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ട് ആ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ഒരു നിർദ്ദേശങ്ങളും നമ്മൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് ധാരണയുണ്ടോ? അതായത് യൂത്ത് വോട്ട് ചെയ്യാൻ വരുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം കമ്മീഷൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? സോ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ എല്ലാ സെൻട്രലൈസ് സിസ്റ്റമാണ്. എത്ര ആൾക്കാർ ഏത് കാറ്റഗറിയിൽ ഇതിൽ വന്നിട്ടുണ്ട്, ഇലക്ട്രൽ റോളിലുണ്ടെന്നുള്ള പേരുണ്ടെന്നുള്ളത് നമുക്കറിയാം. എത്ര ശതമാനം വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു കണക്ക് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള കണക്ക് കേരളത്തിന് തരണം എന്നുള്ള ഒരു ചർച്ചയോട് കൂടി ഇവിടെ മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ചർച്ചയിൽ കുറേ നിർദ്ദേശം വന്നു. ഇതിൽ എത്ര ശതമാനം ഇവിടെ വോട്ട് ചെയ്തു ഇല്ല എന്നുള്ള ഒരു കണക്ക് നമുക്ക് ആവശ്യമുണ്ട്. സോ അങ്ങനെയുള്ള കണക്ക് എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത സ്റ്റഡി അനുസരിച്ചിട്ട് പൊതുവേ ഉള്ള ഒരു സാമ്പിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് അത്ര ഒന്നും താല്പര്യം കഴിഞ്ഞ ഇലക്ഷൻസിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് വോട്ടിംഗ് അവകാശം കിട്ടുന്ന അങ്ങനെ വരുന്ന ആളുകൾ ഇത് വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നുണ്ട്, പക്ഷേ വോട്ട് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെ, അത് യാഥാർത്ഥ്യമാണ്. നമുക്ക് അത് ഏതൊക്കെ രീതിയിൽ അത് ഒന്ന് മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ കമ്മീഷൻ ആലോചിക്കുന്നത്? സോ നമ്മൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കാറ്റഗറിയിലെ, അതായത് ഈ ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് വോട്ടിംഗ് ചെയ്യാൻ വരുന്നില്ല എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം, അവരുടെ കാരണങ്ങൾ കൂടി മനസ്സിലാക്കണം. സോ ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലയിലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസൈറ്റ്സ് കിട്ടും എന്തുകൊണ്ടാണ് കുട്ടികൾ വരുന്നില്ല എന്നുള്ളത്. അത് ആ ഒരു കണ്ടിന്യൂസ് എൻഗേജ്മെൻറ്റായിട്ട് ഭാഗമായിട്ട് നമ്മൾ ഇവരുടെ ഈ അഭിപ്രായം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, എന്താണ് നമ്മുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സ്റ്റെപ്സ് നമ്മൾ എടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റായിട്ട് കഴിഞ്ഞ 2024 ഏറ്റവും അധികം യൂത്ത് ഈ വോട്ടിംഗ് ലിസ്റ്റിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ 63,000 ആണെങ്കിൽ ആ സെയിം നമ്പർ ഓഫ് പീപ്പിൾസ് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അങ്ങനെ വന്നിട്ടും അവർ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യവും കമ്മീഷൻ കുറേയൊക്കെ ഇടപെടലുകൾ നടത്തി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്താത്തത്? അത് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് എല്ലാ മീഡിയയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് മീഡിയയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു സെയിം അതേ ചോദ്യം ഒരു യൂത്തിനോട് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം അവർ എന്തുകൊണ്ട് അവർ വരുന്നില്ല എന്നുള്ളത് അവർ പറയുന്നതായിരിക്കാം. സോ തീർച്ചയായിട്ടും അത് നമ്മൾ എന്തായാലും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. എനിക്ക് മീഡിയയോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ഒരു പങ്കാളികളാവണം. ഈ ഒരു ചിന്ത മാറ്റിയെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതായത് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ 2 പേര് മാത്രമല്ല, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഗ്രൂപ്പ്സ് കൂടി, ഇലക്ട്രൽ റൂളിലുള്ള ആൾക്കാർ കൂടി ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ചിന്ത നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ടവകാശം നേടിയെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് രത്തൻ യു കേൽക്കർ പറയുന്നത്. പക്ഷേ അവർ ആ വോട്ടവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.